ഡസ്റ്റിൻ ബ്രദർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ഡസ്റ്റിൻ ബ്രദർ ആണോ? അതെ അതെ അതെ. ആ, ശബ്ദം കൊണ്ട് എന്ത് ചെറിയൊരു വ്യത്യാസം പോലെ തോന്നി കേട്ടോ. ഓക്കെ ഓക്കെ, പറയൂ. ഫ്രീ ആണോ? പറഞ്ഞോ, കുഴപ്പമില്ല. ഞാൻ ചെറിയൊരു ഇതിലായിരുന്നു, എന്നാലും പറയും. എവിടെ ഞാൻ കുറെ ദിവസമായിട്ട് ഞാൻ സാറിന് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ പുരോഹിതന്മാര് അവരാരാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ബ്രദറിന്റെ പേര്? എന്റെ പേര് വിക്ടർ. ഞാൻ കുറെ ശരി ശരി ശരി, ഞാൻ തന്നെയല്ലേ, വിക്ടർ ബ്രദർ തന്നെയല്ലേ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചതാ. അതായത് നമ്മുടെ പുരോഹിതന്മാരെ ആരാണ് നിയമിച്ചിരിക്കുന്നത്? അതെ, നമ്മളിപ്പോ പറഞ്ഞാണെങ്കിൽ യേശുവിനെ ദൈവമാണ് ശബ്ദത്തോടു കൂടിയിട്ട് നീ മഹാപുരോഹിതൻ തീരുമാനിച്ചിരിക്കുന്നു. ലേവ്യരെ ദൈവം തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ക്രിസ്ത്യൻ നമ്മുടെ റോമൻ കാത്തലിക്, ഞാൻ റോമൻ കാത്തലിക് തന്നെയാണ് കേട്ടോ. അങ്ങനെ വിശദീകരിക്കണ്ട, ഞാൻ മുരിയാട് ടീമൊന്നും ഇല്ല വെറുതെ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഏതെങ്കിലും ഒരു ഓഡിയോയിലോ ഇതിനകത്തോ കോളിലൊക്കെ നമ്മൾ ഇപ്പൊ യഹോവസാക്ഷിയാണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ അവരെ നിങ്ങൾ അതാണെന്ന് നമ്മൾ ആരോപിക്കാറില്ലല്ലോ. അവരുടെ ഫെയ്ത്ത് അവർ കൊണ്ടു നടക്കട്ടെ, നമുക്ക്. ഇത് പറയൂ, ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ പുരോഹിതന്മാരെ നിയോഗിച്ചിരിക്കുന്നത്? നമ്മുടെ ദൈവമാണെങ്കിൽ അവര് വചനം ഉണ്ടാവില്ല. പത്രോസിന്റെ ലേഖനത്തില് നമ്മളെല്ലാം രാജകീയ പുരോഹിത ഗണമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണെന്നുള്ളത് ബ്രദർ വായിച്ചിട്ടില്ലേ? അത് വായിച്ചിട്ടുണ്ട്. അതിനിപ്പോ അച്ഛന്മാർ പ്രത്യേകിച്ച് നമുക്കും പോയിട്ട് മുമ്പ് കുർബാനയല്ലോ അങ്ങനെയാണെങ്കിൽ. അപ്പൊ എല്ലാവരും രാജകീയ പുരോഹിത ഗണമാണെന്നുള്ളതില് സംശയമൊന്നുമില്ലല്ലോ. ഇത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യമാണ്. അതായത് യേശു മഹാപുരോഹിതനായിട്ട് ഇരിക്കുന്നത് ഭൂമിയിലല്ല, അങ്ങനെ ഒരു ആവശ്യമില്ല എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ യേശു സ്വർഗത്തിലാണ് മഹാപുരോഹിതനായിരിക്കുന്നത്, നമ്മൾ മഹാപുരോഹിത ജനമായിരിക്കുന്നതും സ്വർഗത്തിലാണ്. ആ ലേഖനത്തിൽ ആ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, എനിക്കൊരു മഹാപുരോഹിത, ഇവിടെ നമ്മുടെ ഹെബ്രായർ ലേഖനത്തിൽ വായിച്ചു കഴിഞ്ഞാൽ കൃത്യതയോടെ പറയുന്നുണ്ട്, എനിക്ക് ഭൂമിയിൽ പുരോഹിതന്മാരുള്ളത് കൊണ്ട് എനിക്കൊരു പുരോഹിത സ്ഥാനം ഇവിടെ ആവശ്യമില്ല, എന്റെ പുരോഹിത സ്വർഗത്തിലാണെന്ന് ഹെബ്രായർ ലേഖനത്തിൽ ക്ലിയർ അല്ലേ? അപ്പൊ പുരോഹിത ജനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ തന്നെയാണ്. അത് മനസ്സിലായി, അതൊക്കെ മനസ്സിലാവാഞ്ഞിട്ടല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സെക്കൻഡ് ഞാൻ വായിക്കാം. എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മയെ പ്രകീർത്തിക്കണം. ഇത് സ്വർഗത്തിലെ കാര്യമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ പുരോഹിതരാണ്. അപ്പൊ രാജകീയ പുരോഹിത ഗണമാണ് എന്നുള്ളത് അപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ഇനി സ്വർഗത്തിലാണ് എന്ന് പറയണമെങ്കിൽ ബ്രദർ അതിന് എനിക്ക് തെളിവ് വരണം. സ്വർഗത്തിലാണ് ഇത് സംഭവം എന്നുള്ളത് തെളിവ് വരണം. തെളിവ് വേണ്ട, ഞാൻ ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ, സംഭവം ക്ലിയർ. ഞാൻ പുരോഹിതനാണല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവരും രാജകീയ പുരോഹിത ഗണമാണ്. അപ്പൊ നമ്മുടെ ഡസ്റ്റിൻ ബ്രദറിന് പോയിട്ട് നാളെ പള്ളിയിൽ കുർബാന എല്ലാം പറ്റുമോ? ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ബ്രദർ അംഗീകരിച്ചോ ഇല്ലയോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അടുത്തേക്ക് വരാം. ഇത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ദൈവവചനം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പുരോഹിത ജനമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതോറിറ്റി ഉണ്ടായിരിക്കണ്ടേ? ഞാൻ അതാ പറഞ്ഞത്, ഫസ്റ്റ് പോർഷൻ ബ്രദർ ഞാൻ വചനം എടുത്ത് വെച്ചിട്ടാ പറഞ്ഞത്. ബ്രദറിന് അത് സ്വീകരിച്ച് അത് അക്സെപ്റ്റ് ചെയ്താൽ ഞാൻ അടുത്ത പോർഷനിലേക്ക് വരാം. അക്സെപ്റ്റ് ചെയ്തു, സമ്മതിച്ചു. അപ്പോ നമ്മളെല്ലാം രാജകീയ പുരോഹിത ഗണമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഇവിടെ ഇപ്പൊ ഞാനും ബ്രദറും കൂടി ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാം, വേണ്ട ഒരു കാറിൽ യാത്ര ചെയ്യാം. സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ കാറിൽ മൊത്തം 4 പേരുണ്ട്. ഓക്കെ, ഞാനുണ്ട്, ബ്രദറുണ്ട്, എന്റെ 2 ഫ്രണ്ട്സും ഉണ്ട്. നമ്മൾ 4 പേര് യാത്ര ചെയ്യാം. ഈ 4 പേരിൽ ഒരാൾക്ക് നമുക്ക് കാറിന്റെ ബ്രേക്ക് കൊടുക്കാം, ഒരാളുടെ കയ്യിൽ സ്റ്റിയറിംഗ് കൊടുക്കാം, മറ്റൊരാളുടെ കയ്യിൽ ക്ലച്ച് കൊടുക്കാം, ഇപ്പുറത്തെ ഒരാളുടെ കയ്യിൽ ആക്സിലേറ്റർ കൊടുക്കാം. ഈ കാർ എന്ത് സംഭവിക്കും? അപകടത്തിൽപ്പെടും. ഷുവർ, 100% ഷുവറാണ്. അപ്പോ ഈ 4 പേർക്ക് വേണ്ടി ഒരാൾ എന്ത് ചെയ്യുന്നു? ഡ്രൈവിംഗ് ഏറ്റെടുക്കുന്നു. ഓക്കെ, ഈ ഡ്രൈവിംഗ് ഏറ്റെടുക്കുന്ന വ്യക്തിയെയാണ് ദൈവസഭയിൽ പറഞ്ഞിരിക്കുന്നത് മൂപ്പൻ എന്നോ നമ്മൾ ഗ്രീക്ക് ഭാഷയിൽ കിടക്കുന്ന ഡീക്കൻ എന്നൊക്കെ നമ്മൾ കാണുന്നത്. അത് ഒരു സംശയം ചോദിച്ചു നോക്കട്ടെ, ഈ ഡീക്കന്മാര് നമ്മുടെ പുരോഹിതന്മാരെ പോലെ 12 വർഷം പഠിച്ചിട്ടൊന്നല്ലല്ലോ പുരോഹിതരാകുന്നത്? അല്ല. എങ്ങനെയാണെന്നുള്ളത് തിമോത്തിയോസിന്റെ ലേഖനത്തിലുണ്ട്. നീ പുതുതായി വിശ്വാസത്തിൽ വന്നവനെ തിരഞ്ഞെടുക്കരുത്, ശ്രേഷ്ഠനാക്കരുത്, കാരണം അവൻ അഹങ്കാരത്തിൽ നിറഞ്ഞു പോയേക്കാം. അപ്പൊ അതുകൊണ്ട് അവൻ വിശ്വാസത്തിൽ ഉറപ്പുള്ളവനും അവൻ ഇന്ന ക്വാളിറ്റീസ് ഉള്ളവനും ഇന്ന കാര്യങ്ങളിലേക്ക് ഉള്ളവനും ആയിരിക്കണം അവൻ തിരഞ്ഞെടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അത് ഞാൻ കേട്ടിരുന്നു. താങ്കളുടെ ഇത് ഞാൻ എന്നും കേൾക്കുന്നതാണ്. അതിൽ താങ്കൾ പറഞ്ഞിരിക്കുന്ന എന്താ പറയാ, പുരോഹിതർ വിവാഹം കഴിക്കണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും താങ്കൾ വെച്ചിരുന്നു. രണ്ടും ഉണ്ട്. ഞാൻ അങ്ങനെ പുരോഹിതർ എല്ലാവരും വിവാഹം കഴിക്കണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ വെച്ചിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ സഭയെ നോക്കുന്നവൻ ഭാര്യയുടെയും മക്കളുടെയും കാര്യം നോക്കാതെ നിൽക്കുന്നവരുമുണ്ട്. അതാണ് ഇപ്പൊ ക്രിസ്തു യേശു പഠിപ്പിച്ച കാര്യം. യേശു കർത്താവ് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, ക്രിസ്തുവിനെ പ്രതി സ്വയം ഷണ്ടന്മാരാക്കുന്നവരുമുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഷണ്ടന്മാരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ജന്മന ഷണ്ടനാവാൻ എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും കുട്ടികളെ ഉത്പാദിപ്പിക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെ ഷണ്ടൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ യേശുവിനെ പ്രതി ഷണ്ടരാക്കപ്പെടുക പിന്നെ അവർക്ക് കുട്ടികളെ ഉത്പാദിപ്പിക്കാൻ പറ്റില്ല. ഉത്പാദിപ്പിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നടക്കൂല എന്നാണോ അതിനർത്ഥം? അതല്ല, ഷണ്ടൻ എന്ന് പറയുന്നത് നടക്കില്ല എന്ന് തന്നെയാണ് അർത്ഥം. അതല്ല, ബ്രദറിന് അങ്ങനെ വ്യാഖ്യാനിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കുക. അത് മാനുഷികമായിട്ട് നമ്മൾ ആ സാധനത്തിനെ നോക്കി കഴിഞ്ഞാൽ, ദൈവികമായിട്ട് സ്പിരിച്വൽ ആയിട്ട് ആ കാര്യത്തിനെ കണ്ടു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ പ്രതി സ്വയം ഷണ്ടരാക്കുന്നവരാണെന്നാണ് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിനെ പ്രതി ഒരുവൻ സ്വയം ഷണ്ടരാക്കുകയാണെങ്കിൽ അവൻ സന്യാസവ്രതം ഏറ്റെടുക്കുന്നു. ഇത് മാത്രമേ അതിനകത്തുള്ളൂ. ഒരു മിനിറ്റ്, ഷണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടോ അല്ലെങ്കിൽ താങ്കൾ സയൻസ് പറയുന്ന ആളാണല്ലോ. ഇപ്പൊ നമ്മൾ ഷണ്ടനായിട്ട് ജനിക്കുന്നതിന് കുട്ടി ഉണ്ടാവും. ബ്രദറെ, ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ ഈ കാര്യം. ഇത് സ്പിരിച്വലി ഉള്ള കാര്യമാണ്. അവിടെ ക്രിസ്തു യേശു സയൻസ് അല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ക്ലിയർ ആണ്. ക്രിസ്തുവിനെ പ്രതി ഷണ്ടരാക്കുന്നവരുണ്ട്. അവര് ഇപ്പം നമ്മൾ പോയിട്ട് മെഡിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി ഷണ്ടത്വം വഹിക്കുക എന്നുള്ളത് സാധനം ഇല്ല അവിടെ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞു, നിനക്ക് പാപഹേതു ആകണമെങ്കിൽ, നിന്റെ കൈയൊക്കെ പാപഹേതു ആണെങ്കിൽ നീ കൈ മുറിച്ച് കളയുക. നിനക്ക് പാപഹേതു ആകുന്നു, അപ്പൊ പോയി കൈ മുറിക്കണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു ശരീരം ഉണ്ടാവില്ലല്ലോ ബ്രദറിന്റെ ഈ വ്യാഖ്യാനത്തിനനുസരിച്ച്. അത് ദൈവത്തിന്റെ നീതിയാണ്. അപ്പൊ ഈ രീതിയിലാണ് ബ്രദർ വ്യാഖ്യാനിച്ച് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ യാതൊരു വിധത്തിലൂടെ ഒരാൾക്കും ഒരവയവും ഉണ്ടാവില്ല. കാരണം കണ്ണും ഉണ്ടാവില്ല, കൈയും ഉണ്ടാവില്ല, പല്ലും ഉണ്ടാവില്ല, നാവും ഉണ്ടാവില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ബ്രദർ ശരിക്കും ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ അപ്പൊ നിരീശ്വരവാദം അല്ലെങ്കിൽ ബൈബിളിനെതിരാണോ പറയുന്നത്? അല്ല, ബൈബിളിനെതിരല്ല. യേശു പറഞ്ഞിരിക്കുന്നത് ക്ലിയർ അല്ലേ? ഇപ്പൊ നിങ്ങൾ പറയുന്നത് വിവാഹിതരാകുന്നവർ, ഇതാണ് ചോദ്യം. ഇതാണ് എനിക്കറിയാം ആ വചനം. വിവാഹം കഴിക്കാൻ, അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചതിന് ഉത്തരമാണ് ക്രിസ്തു ഇത് പറയുന്നത്. അല്ല, പുരോഹിതന്റെ ചിന്തത്തല്ല അവിടെ പറയുന്നത്. ക്ലിയറല്ലേ? വിവാഹം അങ്ങനെയാണെങ്കിൽ ആർക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്ന അവിടെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം ബ്രദർ ആ വചനം എടുത്ത് വായിച്ചോ. ക്രിസ്തുവിനെ പ്രതി സ്വയം ഷണ്ടരാക്കുന്നവരുമുണ്ട്. കേൾക്കാൻ, ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. അപ്പോ ചിലർക്ക് അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും അത് അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവിടെ പുരോഹിതന്റെ ഷണ്ടത്വമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അവിടെ ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് രാജകീയ പുരോഹിതഗണമായിട്ട് ഈ ഭൂമിയിലുള്ള സകല ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും പുരോഹിതഗണമാണ്, ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരും പുരോഹിതഗണമാണ്. അപ്പൊ അങ്ങനെ പുരോഹിതഗണമായിരിക്കെ ഒരു വ്യക്തി തീരുമാനം എടുക്കുകയാണ്, എനിക്ക് കൂടുതൽ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം, അപ്പൊ എന്റെ സമയം എന്റെ ഭാര്യയ്ക്കോ എന്റെ കുഞ്ഞുങ്ങൾക്കോ വിട്ടുകൊടുക്കണ്ട, പകരം ഞാനത് ഏറ്റെടുക്കുകയാണ് സന്യാസം എന്ന് പറഞ്ഞ് ഒരാൾ സന്യാസത്തിലേക്ക് തിരിഞ്ഞാൽ അത് ക്രിസ്തുവിനെ പ്രതി അവന് കിട്ടിയ ബോധ്യമാണ്. ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷ ദൗത്യം ദൈവം ഏൽപ്പിച്ചു. അത് ഡിഫറന്റ് ആയിരിക്കും. ആ ഡിഫറൻസ് ഓരോരുത്തർക്കും ഉണ്ടാവും. ഓക്കെ, താങ്കൾ പറഞ്ഞത് എനിക്ക് അത്രയും യോജിപ്പില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ബ്രദർ, ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും യോജിക്കാൻ പറ്റത്തില്ല. ബ്രദർ, ക്വസ്റ്റ്യൻ വിവാഹിതരെ പറ്റിയിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ വിവാഹിതരെ പറ്റിയിട്ട് പറയുമ്പോൾ ഉത്തരവും വിവാഹിതരെ പറ്റിയിട്ടുള്ളതായിരിക്കണം. അവിടുത്തെ ആദ്യത്തെ ഉത്തരം വിവാഹിതരെ പറ്റിയല്ലേ? അല്ലല്ല, ഞാൻ പറയാം. ഞാൻ അങ്ങോട്ട് പറഞ്ഞത് 2 മിനിറ്റായിട്ട് പറഞ്ഞോളൂ. ശരി. ക്രിസ്തുവിന്റെ അടുത്ത് ശിഷ്യൻ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ആർക്ക് വിവാഹം കഴിക്കാൻ പറ്റും? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഉത്തരം വിവാഹിതരെ പറ്റിയിട്ടുള്ള തന്നെ കൺസേൺ ആയിരിക്കണം. അങ്ങനെയല്ല, ഞാൻ ഇത് നമ്മൾ പറയാണ് എത്രയിടങ്ങഴി അരി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിടങ്ങഴി പയറുണ്ടെന്ന് പറയുന്ന പോലെ അല്ലല്ലോ. ക്രിസ്തുവിന്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ചോദ്യം വളരെ കൃത്യമാണ്. അങ്ങനെയെങ്കിൽ ആർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ക്രിസ്തു പറയുന്ന ഉത്തരം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അത് വിവാഹിതരെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ നമുക്ക് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാം. വായിക്കാമോ ഇപ്പൊ പറഞ്ഞത്? വായിക്കാൻ എനിക്ക് കണ്ണ് കാണാത്ത മനുഷ്യനാണ്. താങ്കൾ വായിച്ചാൽ ഞാൻ കേൾക്കാം. സോറി, ഓക്കെ, എനിക്കറിയില്ലായിരുന്നു. സോറി. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കണ്ണ് കാണാത്ത ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയിലില്ലാത്ത. സോറി. സാരല്ല, ഞാൻ ഈ വചനങ്ങൾ എന്റെ മെമ്മറിന്നടുത്ത് പറയുന്നതാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശരി. അവിടെ മത്തായി സുവിശേഷം 19-ാം അധ്യായമാണ് ഇത് പ്രതിപാദിക്കുന്ന വിഷയം.
ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഞാൻ വായിക്കുന്നത് ഹെബ്രായറിലെ ലേഖനമാണ്. ബ്രദർ ഇപ്പം ഈ ഷണ്ടറുടെ കേസ് പറഞ്ഞ കാരണം അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അതിനകത്ത് ബ്രദർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് തിരിച്ചു വന്നത്. ഈ വാക്ക് അവസാനിപ്പിച്ച ശേഷം യേശു ഗലീൽ വിട്ട് ജോർദാന്റെ അക്കരെയായി യൂദായിലെത്തി. അവിടെ അതിർത്തിയിലെത്തി വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അവർ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരിസയരുടെ അടുത്ത് വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിച്ചത് നിയമാനുസൃതമാണോ? അപ്പൊ ഈ ചോദ്യത്തിന് ഒരു ധ്വനിയുണ്ട്. ചോദ്യം ചോദിക്കുന്നത് പരീക്ഷണാർത്ഥമാണ്. യേശു ക്രിസ്തുവിനോട് ചോദ്യം ചോദിക്കുന്നത് അത് ക്രിസ്തുവിനെ പരീക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. കാരണം ചോദിക്കുന്നത് ഫരിസേയരാണ്. അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അരുളി ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കാതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അവർ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റെന്തെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് മറ്റൊരുവനെ വിവാഹം കഴിക്കുന്നതിന് വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവരോട് ചോദിച്ചു, ഭാര്യ ഭർത്തൃ ബന്ധം ഇത്തരത്തിലുള്ളെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. അപ്പം ഈ കൃപയില്ലാതെ ഈ കാര്യത്തെക്കുറിച്ച് യാതൊരുവിധ ബോധ്യം കിട്ടില്ല. കൃപയിലല്ലാതെ ഈ കാര്യത്തെക്കുറിച്ച് ഉത്തരം തേടാൻ പോയി കഴിഞ്ഞാൽ അവന് തെറ്റുപറ്റത്തേ ഉള്ളൂ എന്ന് യേശുവാണ് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, എന്നാൽ ഷണ്ടരായി ജനിക്കുന്നവരുമുണ്ട്, മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുമുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കാൻ ആക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. ഓക്കെ, ഞാൻ ഒരു മിനിറ്റ് കൂടി എടുക്കുകയാണ്. അതായത് ഈ രാശി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഒന്ന് യേശുവിനെ പരീക്ഷിക്കാനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം യേശു ഇതേ പറയുള്ളൂ എന്ന് അവർക്കറിയാം. ഇത് പറയുമ്പോൾ തന്നെ ഒറ്റ ഭാര്യ എന്ന് പറയുമ്പോൾ തന്നെ മോശയുടെ ഉപേക്ഷാപത്രം കൊടുക്കുന്ന സംഭവം എടുത്തിടാമെന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റേ ഇവർ വന്നിട്ട് സദുക്കായർ വന്നിട്ട് 7 ഭർത്താവുള്ള ഭാര്യയുടെ കഥയൊക്കെ ചോദിക്കുന്നത് ഇതിനെ ബന്ധപ്പെട്ടിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പം അതെല്ലാം കഴിഞ്ഞ് ജനം ഒക്കെ ആ ചോദ്യം നിർത്തി കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ ചോദിക്കുക. അപ്പൊ ശിഷ്യന്മാരോട് പറയാം, കൃപ ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. കാരണം ഈ ലോകത്തിന്റെ കാര്യങ്ങളെല്ലാം വെടിഞ്ഞ് ഭൗതികമായി ഇപ്പൊ പത്രോസ് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഭാര്യ ഉപേക്ഷിച്ചു, മക്കളെ ഉപേക്ഷിച്ചു, എല്ലാം ഉപേക്ഷിച്ചു, ഞങ്ങൾ നിന്റെ കൂടെ വന്നു, ഞങ്ങൾക്ക് എന്ത് പ്രതിഫലം കിട്ടും? അതാ പറഞ്ഞു, നിനക്ക് 100 ഇരട്ടിയും കിട്ടും, നിനക്ക് എന്ത് കിട്ടും? നിനക്ക് നിത്യജീവനും കിട്ടും എന്ന് പറഞ്ഞു. അപ്പോ ഇത് രണ്ട് രീതിയിലും എന്ത് ചെയ്യാം. വിവാഹം കഴിച്ചിട്ടും പത്രോസ് പിന്നെ ഭാര്യയുടെ കാര്യവും കുഞ്ഞുങ്ങളുടെ കാര്യവും നോക്കിയിട്ടൊന്നല്ല, കർത്താവിന്റെ കാര്യം, മനുഷ്യരെയല്ല ഞങ്ങൾ ആശ്രയിക്കുന്ന, സ്വർഗത്തെ ആശ്രയിക്കുന്ന പറഞ്ഞ പത്രോസാണ് പിന്നെ കാണുന്നത്. അതുപോലെ തന്നെ പൗലോസ് പറയുന്നത്, ഞാൻ വിവാഹിതനല്ല, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും എന്നെ പോലെ ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വിവാഹിതൻ അതിൻ്റെതായ കഷ്ടം, കാരണം ഭൂമിയിൽ അതിൻ്റെതായ കാര്യങ്ങൾ ആ ഒരു സംഭവങ്ങൾ പോണ്ടി വരും. എന്നാൽ ക്രിസ്തുവിനെ പ്രതി ഇതെല്ലാം ഉപേക്ഷിക്കുന്ന, സന്യാസം സ്വീകരിക്കുന്നവരുമുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. കാരണം അതാണ് പറഞ്ഞിരിക്കുന്നത്, കൃപ ലഭിച്ചവർക്ക് ഈ കാര്യം മനസ്സിലാവും. ഓക്കെ, ഞാനൊരു കാര്യം ഇപ്പോഴും താങ്കൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു. വിവാഹത്തെ പറ്റിയിട്ടാണ് ശിഷ്യന്മാർക്കും അവിടെ ഉള്ളവർക്കുള്ള സംശയം. വിവാഹത്തെ പറ്റിയല്ല, അത് വിവാഹം വെച്ചിട്ട് കൊടുക്കാനാണ് ഉദ്ദേശം. അങ്ങനെയല്ല, വിവാഹത്തെ കുറിച്ച് തന്നെയാണ് സംശയം. ഞാൻ ആദ്യത്തെ വാക്യം വായിച്ചു, വിവാഹത്തെ കുറിച്ച് യേശുവിനെ പരീക്ഷിക്കാൻ. ക്വസ്റ്റ്യൻ വിവാഹിതരെ പറ്റിയിട്ടുള്ളതാണ്. നോർമൽ ക്വസ്റ്റ്യൻ അല്ല, പരീക്ഷിക്കാനുള്ള ചോദ്യമാണ്. പരീക്ഷിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയാലും വിവാഹിതരെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ, പരീക്ഷിക്കാനാണ് ചോദ്യം. അതെല്ലാം പരീക്ഷിക്കാൻ തന്നെ. അപ്പൊ ഡബിൾ 2 ധ്വനി ഉണ്ട് അതിന്റെ അകത്ത്, വിവാഹം മാത്രമല്ല അവിടുത്തെ ധ്വനി. ഇതിന്റെ ഒരു സംശയം ഞാൻ പറയാം. ഇപ്പൊ 7 ഭർത്താക്കന്മാരെ കൈമാറിയ കാര്യം പറഞ്ഞു, അതിന്റെ ഉത്തരമാണ് യേശു പറയുന്നത്. സ്വർഗത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലയാണ്. എല്ലാത്തിനും ഉത്തരവാണ് യേശു പറയുന്നത്. പക്ഷെ യേശു പറയുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് തന്നെയാണ് പറയുന്നത്. വിവാഹത്തെ പറ്റി മാത്രമല്ല അവിടെ പറയുന്നത്. ചോദ്യം വിവാഹത്തെ പറ്റിയാണെങ്കിലും അത് വിവാഹത്തെ പറ്റി കൊടുക്കാൻ പറയുമ്പോൾ അത് അതിനെപ്പറ്റി മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഷണ്ട കാണിച്ചിട്ടോ വാശി പിടിച്ചിട്ടോ യാതൊരുവിധ കാര്യമില്ല. കാരണം യേശു അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഈ വിവാഹത്തെ പറ്റി എന്താണ് ഈ കൃപ ലഭിക്കുന്നത്, അതെനിക്കൊന്ന് പറഞ്ഞു തന്നെ. കൃപ ലഭിക്കാതെ വിവാഹത്തെ പറ്റിയെന്നല്ല, ദൈവവചനം ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ വിവാഹത്തെ പറ്റിയുള്ള ഒരു കാര്യത്തിന് കൃപ ലഭിച്ചാലേ അത് മനസ്സിലാവുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് പറയും. ഒരു മിനിറ്റ്. കൃപ ലഭിക്കാതെ ബൈബിളിലെ എന്തെങ്കിലും തിരുവചനങ്ങൾ മനസ്സിലാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല, പറ്റില്ല. ഇല്ല.
പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അതിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ക്വസ്റ്റ്യൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ബ്രദർ പറയുന്ന വിവാഹം മാത്രമാണ്. അതായത് ഇവിടെ ഇപ്പൊ ഹിന്ദുക്കളും വിവാഹം കഴിക്കുന്നു, മുസ്ലിങ്ങളും വിവാഹം കഴിക്കുന്നു, ബുദ്ധനും ജൈനനും സകലരും വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പൊ വിവാഹം മാത്രമാണ്. അതായത് ബേസിക്കലി വിവാഹം എന്ന് പറയുന്ന പർട്ടിക്കുലർ ഒറ്റ സിറ്റുവേഷൻ ആണെങ്കിൽ പിന്നെ എന്തിനാണ് യേശുവിടെ കൃപ ലഭിച്ചവർക്ക് ഇത് മനസ്സിലാവുള്ളൂ എന്ന് പറയേണ്ട കാര്യം? കൃപ ലഭിച്ചവർക്ക് ദൈവവചനം മനസ്സിലാവുള്ളൂ. അത് ബ്രദർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഞാൻ അതിനെ 100% യോജിക്കുന്നു. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് യോജിക്കുന്നതോടൊപ്പം കൃപ ലഭിച്ചാലേ ഭൗതികമായ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ മനസ്സിലാവുള്ളൂ എന്ന് പറയണമെങ്കിൽ ദാറ്റ്സ് വൈ. അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ. ഞാനിപ്പോ ഈ അടുത്ത ചോദ്യം പറഞ്ഞതൊന്ന് പറയൂ. ഈ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യാം കേട്ടോളൂ. അത് അതിന് മുകളിൽ തർക്കിച്ചു നിന്നിട്ട് കാര്യമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഞാൻ ദൈവം ശബ്ദത്തോടു കൂടി ക്രിസ്തുവിനെ പുരോഹിതനായി സെലക്ട് ചെയ്തു. അവൻ എന്നേക്കും ജീവിക്കുന്നതിനാൽ ഈ പുരോഹിത കൈമാറ്റപ്പെടുന്നില്ല എന്ന് ക്രിസ്തു ഇത് പറയുന്നുണ്ട് ഹെബ്രായർക്ക്. പിന്നെ എങ്ങനെയാണ് യേശുവിന് പുരോഹിതരുണ്ടായത്? പുരോഹിതരുണ്ടെങ്കിൽ ആരെയാണ് യേശു പുരോഹിതനായിട്ട് ആദ്യം തെരഞ്ഞെടുത്തത്? ഒന്ന് പറഞ്ഞത്. ഓക്കെ. ഞാൻ നേരത്തെ വചനം വായിച്ചിരുന്നു. പത്രോസിന്റെ ലേഖനം 2-9 വാക്യം, നിങ്ങളെല്ലാം രാജകീയ പുരോഹിതരാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അത് ബ്രദർ അംഗീകരിച്ചത് ഹെബ്രായറിലെ ഡൗട്ടാണ് പറയുന്നത്. മനസ്സിലായി. പക്ഷെ ബ്രദർ ചോദിച്ച ചോദ്യത്തിൽ ക്വസ്റ്റ്യൻ ഇതാണ്. ക്രിസ്തുവിന്റെ പുരോഹിതത്വം കൈമാറ്റപ്പെടുന്നില്ല എന്ന് എഴുതി വെച്ചിരിക്കുമ്പോൾ ഈ പുരോഹിതത്വം എങ്ങനെ കൈമാറ്റപ്പെടും? താങ്കൾ പറഞ്ഞ പുരോഹിതമാണെന്ന്. ഇനി യേശു തെരഞ്ഞെടുത്ത ആദ്യത്തെ പുരോഹിതനാര്? ബ്രദർ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ മറ്റേത് ആ സ്റ്റേറ്റ്മെന്റ് അംഗീകരിച്ചതാണ്. നമ്മളെല്ലാം രാജകീയ പുരോഹിതഗണമാണെന്നുള്ളതിന് ബ്രദറിന് യാതൊരു തർക്കമില്ലെന്ന് പറഞ്ഞതാണ്. ജനമാണെങ്കിൽ ഒരു മിനിറ്റ്, പുരോഹിത ജനമാണെങ്കിൽ എല്ലാവർക്കും എനിക്ക് വണ്ടി ഓടിക്കാം. അത് ഞാൻ വണ്ടിയുടെ കേസ് ഞാൻ പറഞ്ഞു. അത് ഞാൻ വണ്ടിയുടെ കേസ് പറഞ്ഞു. ഞാൻ ഒന്ന് പറയട്ടെ. 4 പേർക്കും വണ്ടി ഓടിക്കാൻ അറിയാം. ഒരാളുടെ ഇപ്പൊ ഒരാള് വണ്ടി ഓടിച്ച് ക്ഷണിച്ചിട്ട് മാറ്റിയിട്ട് അടുത്ത ആൾക്കും വണ്ടി ഓടിക്കാം. 5 പേരും ഡ്രൈവേഴ്സ് ആണെങ്കിൽ 5 പേർക്കും വണ്ടി ഓടിക്കാലോ? വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ടോ? അല്ലല്ല, 5 പേർക്കും വണ്ടി ഓടിക്കാൻ പറ്റുമോ? വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ടോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ ആദ്യം. ക്വസ്റ്റ്യൻ ക്രിസ്റ്റൽ ക്ലിയർ. വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ടോ? 5 പേര് ഒരു മിനിറ്റ്, 5 പേര് കാറിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ 5 പേരും ഉത്തരത്തിലേക്കാ വരുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ടോ? എല്ലാ ദിവസവും പോകാറുണ്ടോ? വല്ലപ്പോഴും എനിക്ക് പോകാറുണ്ടോ? വല്ലപ്പോഴല്ല, എല്ലാ സൺഡേയും പോകും. കാണാനാണോ പോകുന്നത്? അർപ്പിക്കാനാണോ പോകുന്നത്? ഞാനോ? ഞാൻ കുർബാന അർപ്പിക്കാൻ ഞാൻ പോകാറില്ല. അതാണ് സത്യം. ഞാൻ ആരാധിക്കാൻ താങ്കളുടെ ഒരു ഇതിലല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്. ഞാൻ പള്ളിയിൽ പോകുന്നത് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവം പറഞ്ഞിരിക്കുന്ന ഓർമ്മ ആചരിക്കാനാണ് പള്ളിയിൽ പോകുന്നത്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മൾ കുർബാന തുടങ്ങുമ്പോൾ തന്നെ ഒരു പാട്ട് പാടും. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോട് ഈ ബലി അർപ്പിക്കാം. അത് ശരിയാണ്, ഒരുമിച്ചാണ് ചെയ്യുന്നത്. സത്യത്തില് ഇവിടുത്തെ വെയിറ്റ് ഒറ്റ സെക്കൻഡ് സോറി. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ചിന്തയുണ്ട്. ഇവിടെ ഇപ്പൊ ക്രിസ്ത്യാനികൾ മുഴുവൻ, പ്രത്യേകിച്ച് കത്തോലിക്കൽ എല്ലാവരും പറയുന്നത് കുർബാന കണ്ടോ, കുർബാന കാണാൻ പോയോ? ഇതാണ് ചോദ്യം. എല്ലാവരും കാണാനാ പോകുന്നത്. ഇതെന്തോ അവിടെ നടക്കുകയാണ്. അത് കാണാൻ പോകുന്നവരാണ് ഇന്ന് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ മിക്കവരും, സകല ക്രിസ്ത്യാനികളും കുർബാന കാണാൻ പോകുന്നവരാണ്. അതാണ് ഞാൻ ചോദിച്ചത്, കുർബാന അർപ്പിക്കാൻ പോകുന്നവരാണോ കാണാൻ പോകുന്നവരാണോ ഞാൻ ചോദിച്ചത്. അവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് എല്ലാവരും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഞാനും അതുപോലെ തന്നെ ഓരോ വ്യക്തികളും എനിക്ക് വേണ്ടി അവിടെ ഒരു വ്യക്തി എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരാൾ തെരഞ്ഞെടുക്കപ്പെടുകയും അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ചെയ്യുമ്പോൾ ഈ കുർബാന അർപ്പിക്കപ്പെടുന്ന ജനം മുഴുവൻ, ഇപ്പോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം വലിയൊരു പ്രശ്നമായിട്ട് നടക്കുന്നുണ്ട്. ജന അഭിമുഖം വേണോ അതെയോ ആൾത്താര അഭിമുഖം വേണോ? അപ്പൊ ഒരു സൈഡ് പറയുന്നത് എല്ലാവരും ഒരുപോലെ ആയതുകൊണ്ട് പുരോഹിതനും ജനവും മുഴുവൻ ആൾത്താരയ്ക്ക് അഭിമുഖമായിരിക്കണം എന്ന് പറയുന്നു. മറ്റൊരു സൈഡ് പറയുന്നു ഞങ്ങൾ പണ്ട് തുടങ്ങി ജനത്തിന് അഭിമുഖം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യത്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഒരു വലിയൊരു കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, കർത്താവ് സ്ഥാപിച്ച പുതിയ ഉടമ്പടി അവിടെ നിൽക്കുന്ന പുരോഹിതനും ജനവും എല്ലാം ഒറ്റ കാറ്റഗറിയാണ് നിൽക്കുന്നത്. യാതൊരുവിധ വ്യത്യാസവുമില്ല. ഉള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ 4 പേരും കൂടി ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം മനസ്സിലാക്കിയത് കൊണ്ട് ഒരാൾ അതിനുവേണ്ടി എഴുന്നേറ്റ് നിന്ന് ആ ശുശ്രൂഷകൾ ചെയ്യുന്നു എന്നല്ലാതെ യാതൊരുവിധ വ്യത്യാസവും ഇതിനകത്തില്ല. കഴിഞ്ഞോ? പിന്നെ ബ്രദർ ചോദിച്ചൊരു കാര്യം, 4 പേർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? അതിനോട് ഉത്തരം വേണമെങ്കിൽ തരാം. ഇനി അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും സബ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകാം. 4 പേരിൽ ഇപ്പൊ എനിക്കിപ്പോ നാളെ ശുശ്രൂഷ ചെയ്യണമെന്ന് എനിക്ക് ലോകം ഇട്ടിട്ട് അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുമോ? ഞാനതൊരു എലിജിബിൾ ആണല്ലോ. താങ്കളുടെ പ്രകാരം ഞാൻ എലിജിബിൾ ആണ്.
അതാ പറഞ്ഞത്. ഞാൻ അതിനുത്തരം തന്നെ തരാം. ഈ ആദ്യം പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സബ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചു, അത് കേൾക്കിയിട്ട് ഞാൻ ഇതിന് അല്ലല്ലോ ഞാൻ പറഞ്ഞത്. എനിക്കും ഇത് ചെയ്യാൻ പറ്റില്ലേ, ഞാനിതിന് യോഗ്യനല്ലേ, എനിക്കിത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിച്ചത്. ഞാനും പറഞ്ഞ പോലെ എല്ലാവരും ഡ്രൈവർ ആണെങ്കിൽ ഞാനതിന് യോഗ്യനാണല്ലോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളും ഡ്രൈവ് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തില്. അതാണ് ഞാൻ പറഞ്ഞത്. കാണാൻ പോകുന്നവനാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നില്ല, അർപ്പിക്കാൻ പോകുന്നവനാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ അപ്പം എടുത്തിട്ട് ഇതാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, ഈ അപ്പത്തിനും വീഞ്ഞിനും വീഞ്ഞാക്കാൻ എനിക്ക് അധികാരമുണ്ടോ, ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ? അതാണല്ലോ പുരോഹിതൻ ചെയ്യുന്നത്. കൃത്യമല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് ലോഹം ഇട്ടിട്ട് ഇതെനിക്ക് എന്താ പുരോഹിതൻ ചെയ്യുന്നതെന്നൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. ഇല്ല, ആ പുരോഹിതൻ ചെയ്യുന്നത് എന്താണെന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ എനിക്കത് ക്ലിയർ ആകും. ബ്രദറിന്റെ ആശയം മനസ്സിലാവും. പുരോഹിതൻ അപ്പത്തിനെയും വീഞ്ഞിനെയും കൺവെർട്ട് ചെയ്തിട്ട് എന്താ പറയുക, ശരീരവും രക്തമാക്കി മാറ്റുന്നു. അദ്ദേഹത്തിന്റെ പവർ ആണോ? ഹിസ് ഓൺ പവർ മേ ബി. No, he's not on his power. Okay. I agree with that. But whatever he is doing, that power I am also having. Okay. I cannot do it though. Okay. That is not my question. Okay, clear. അതായത് ഇതിനകത്ത് നമ്മൾ ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നത്, പലരുടെയും ഒരു ചിന്തയുണ്ട്, ഈ പുരോഹിതൻ എന്തോ ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത്, അല്ലെങ്കിൽ പുരോഹിതനാണ് ഇത് ചെയ്യുന്നത്, അല്ല സ്വർഗമാണ് ചെയ്യുന്നത്. സഭ പഠിപ്പിക്കുന്നതാണ്. ഞാനും അതിന് സുഹൃത്തെ, എനിക്ക് എന്റെ നാളെ പോയിട്ട് ഞാൻ അവിടെ പള്ളിയിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞ ഒരു ജനം സമ്മതിക്കുമോ? എലിജിബിലിറ്റി പറയാൻ ബ്രദറെ, അതിലേക്കൊന്ന് വരട്ടെ. ഈ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് അപ്പസ്തോല പ്രവൃത്തി 6-ാം അധ്യായത്തില് 7 പേരെ തെരഞ്ഞെടുക്കുന്നത് കാണുന്നുണ്ട്. സ്റ്റെഫാനോസിനെയൊക്കെ അടക്കമുള്ള ഒരു 7 പേരെ തെരഞ്ഞെടുപ്പുണ്ട്. അതിനുശേഷം അവർക്ക് കൈവെപ്പും കാര്യങ്ങളും കൊടുത്ത്, ശരിക്കും പറഞ്ഞാൽ അത് ഭക്ഷണമേശയിൽ ശുശ്രൂഷിക്കുന്ന കാര്യമാണ്. അതായത് അപ്പസ്തോല പ്രവൃത്തി 6-ൽ കാണുന്നത് ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചു വരികയും പ്രതിദിനമുള്ള സഹായ വിതരണങ്ങൾ തങ്ങളുടെ വിധവകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വന്നപ്പം അതിനുവേണ്ടി തെരഞ്ഞെടുക്കുകയാണ്. അതിനുവേണ്ടി തെരഞ്ഞെടുക്കുമ്പോൾ അതിനൊരു ക്വാളിഫിക്കേഷൻ പറഞ്ഞാണ്, ഭക്ഷണമേശയിൽ ശുശ്രൂഷിക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. 3-ാം വാക്യം, അതിനാൽ സഹോദരരെ സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കും. അതായത് ഇതിനൊരു കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനൊരു ക്വാളിഫിക്കേഷൻ പറയുകയാണ്. ഇത്രയും കാര്യങ്ങൾ അതിന് വേണം. 1, അവർ സുസമ്മതരായിരിക്കണം, അവർ ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായിരിക്കണം. അപ്പൊ ഈ 3 ക്വാളിറ്റി പറഞ്ഞിട്ടാണ് ഒരു മേശയിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് 7 പേരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം അതിനും കഴിഞ്ഞ് ശുശ്രൂഷയുടെ കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പിന്നെ പറയുന്നുണ്ട്. അതായത് ഡീക്കൻ എന്നും, പിന്നെ പൗലോസ് അപ്പോസ്തലൻ തിമോത്തി ലേഖനത്തിലൊക്കെ വരുമ്പോൾ മെത്രാനെ കുറിച്ചും, അങ്ങനെ ഓരോ മൂപ്പനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവർക്കൊക്കെ ഒരു ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്വാളിറ്റി ആണ് നമ്മൾ ഇവിടെ പറയുന്ന ഒരു വ്യക്തിയുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് വരിക. 9 വർഷം ചിലപ്പോൾ അവൻ പഠിക്കുന്നു കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ജ്ഞാനത്തിൽ നിറയുന്നു, അതിനെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം വരുന്നു, എന്താണ് ശുശ്രൂഷ, എന്താണ് ഈ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലേക്കൊക്കെ വന്ന് ആ വ്യക്തിയെ അഭിഷേകം ചെയ്തതിന് ശേഷം ആ അഭിഷേകമുള്ള പുരോഹിതൻ, അതായത് എല്ലാവരും പുരോഹിത ഗണമായി നിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്നും അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തി ഈ ശുശ്രൂഷ ഏറ്റെടുക്കുന്നു. ഇത് പറയുമ്പോൾ തന്നെ ഞാനൊരു കാര്യം കൂടി ബ്രദറിനോട് കൺഫേം ചെയ്യാം. ഇന്ന് കേരളത്തിലുള്ള എല്ലാ പുരോഹിതരെയും, അല്ലെങ്കിൽ ലോകത്തുള്ള കത്തോലിക്കരായിട്ടുള്ള എല്ലാ പുരോഹിതരെയും വെച്ച് നോക്കിയാൽ ഇതിൽ എത്ര പെർസെൻറ്റേജ് പേര് ഈ ജ്ഞാനത്തിൽ നിറഞ്ഞവരാണ്, അഭിഷേകമുള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ ബ്രദറിനേക്കാൾ കൂടുതൽ ഡൗട്ടുള്ള ആളാണ് ഞാൻ. കാരണം ഇന്ന് ആ രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ശക്തമായ പ്രതിഷേധമുള്ള വ്യക്തിയാണ് എനിക്ക്. ഓക്കെ, ബാക്കിയുള്ള ബ്രദർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധ കുർബാന ദൈവം സ്വീകരിക്കോ? ഒരു അവിശുദ്ധൻ കുർബാന ദൈവത്തിൽ കയറിയിട്ട് ഇതിന് നമ്മൾ കൺവെർട്ട് ചെയ്യാതെ എന്തെങ്കിലും ആവട്ടെ, അതെങ്ങനെ നടക്കും? ഇപ്പൊ അതാണ് എന്റെ അടുത്ത സംശയം. ഇതിലിരുന്ന് ബാധിക്കുന്നത് നമ്മുടെ പഴയ നിയമത്തിൽ ആദ്യം പുരോഹിതന് വേണ്ടിയിട്ടും ഈ മഹാപുരോഹിതന് വേണ്ടിയിട്ട് പിന്നെ ജനത്തിനും വേണ്ടിയിട്ട് പാപപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും ചെയ്യുന്നത് അത് തന്നെയാണ്. ഐ ആം നോട്ട് എലിജിബിൾ. ഇങ്ങനെ അല്ലല്ല, ഈ കുർബാനയിൽ കൃത്യം പറയുന്നു, ദൈവം എന്റെ പാപങ്ങൾ ഈ പാപിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണ് പറയുന്നത്. എല്ലാവരും എലിജിബിൾ അല്ലാന്ന് അത് തന്നെ എല്ലാവരും പറയുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ എന്നെ പോലെ തന്നെയാണ് പാപം ചെയ്യാത്തവരാരുണ്ട്? ആരും. ആ പുരോഹിതനും ഞാനും പാപം ചെയ്യുന്നു. പാപത്തിന് ഡിഫറൻസ് ഉണ്ടെന്നല്ലാതെ ഏതെങ്കിലും പരിശുദ്ധനോടെ ഉണ്ടോ? മാർപ്പാപ്പ പോലും പരിശുദ്ധനാണോ? ആയിരിക്കില്ല. പിന്നെ എന്തിനാ ഈ പരിശുദ്ധിയെ പറ്റിയിട്ട് പറയുന്നത്? എല്ലാവരും പാപികൾ അല്ല. ഞാനിപ്പോ എന്താ പറഞ്ഞത് ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു. അതിന്റെ കാറ്റഗറി ദൈവം പറഞ്ഞ കാറ്റഗറി. നമ്മളിപ്പോ എന്താ പറയാ ബ്രദറെ, ഇവിടുത്തെ പ്രശ്നം നീട്ടിക്കൊണ്ട് പോകണ്ട, എനിക്ക് സംഭവം മനസ്സിലായത് വിടും.
ഇനി യേശു തെരഞ്ഞെടുത്ത യേശുവിന്റെ അത് പറഞ്ഞില്ല, പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ല എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് താങ്കൾ പറയും. യേശു തന്നെ ഇവിടെ തന്നെ എഴുതിയിരിക്കുന്നു, യേശുവിന്റെ പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ല. അതിലേക്ക് വരാം. ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് ബ്രദർ ചെറിയൊരു കൺഫ്യൂഷൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടേക്കാം. അതായത് നമ്മളിപ്പം ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെയാണ് ദൈവിക നിയമങ്ങൾ. ജ്ഞാനത്തിലും ഈ പറയുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അവന് ദൈവം തിരഞ്ഞെടുക്കുന്ന ആത്മാവൊക്കെ ഉള്ള കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ തന്നെ ഇതില്ലാത്ത കുറെ ആളുകൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയാണ് എന്തെങ്കിലും വ്യത്യാസം വരിക എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രശ്നമാണ് നമ്മൾ നേരെ എന്ത് കൊണ്ട് ചെയ്യുന്നു, അടുത്ത ഗോൾ പോസ്റ്റ് മാറ്റി കളിക്കുന്നു. ആദ്യം ഞാൻ ബ്രദറോട് ചോദിച്ചു ആ വ്യക്തിയുടെ കഴിവിനാലാണോ എന്ന് ചോദിച്ചപ്പോൾ നോ, ബ്രദർ അത് എതിർത്തു അല്ല. അപ്പോ എന്നാ വ്യക്തിക്ക് യോഗ്യത വേണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. ആ വ്യക്തിക്ക് യോഗ്യത തന്നെ വേണം. അയോഗ്യരായിട്ടുള്ള ഇതിന്റെ ഇടയിൽ ഉണ്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ബ്രദറെ. അയോഗ്യരായിട്ടുള്ള യോഗ്യതയില്ലാത്ത പലരും ഉണ്ടെന്ന്. പക്ഷെ നമുക്ക് പേഴ്സണലി അവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരാളെ എടുത്തിട്ട് എടാ നീ അങ്ങനെയല്ലേ നീ ഇങ്ങനെയല്ലേ എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിധിക്കാൻ പറ്റത്തില്ല. വിധിക്കേണ്ടത് ദൈവമാണ്. അപ്പോൾ വിശ്വാസ സമൂഹം എങ്ങനെയായിരിക്കണം, ഇതിനൊരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ മാനുഷികമായ തെറ്റുകൾ വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, പിന്നെ ബ്രദർ ചോദിച്ച ഹെബ്രായ ലേഖനത്തിന്റെ കാര്യം, നമുക്ക് ഹെബ്രായ ലേഖനത്തിലേക്ക് ഒന്ന് പോകാം. ഹെബ്രായ ലേഖനം ഏത് അധ്യായമാണോ വാക്യമാണെന്ന് എന്തെങ്കിലും ബ്രദറിന് ഓർമ്മയുണ്ടോ? 9:10 ഉറപ്പാണ്. 9:10 അങ്ങനെ ആയിരിക്കണം. അത് തന്നെ യേശു 9:10 തന്നെ ആവാനാ വഴി. ഒന്നിൽ 9ന്റെ അവസാനം അല്ലെ 10ന്റെ ആദ്യമായിട്ട് കാണണം. അതായത് 10ാം അധ്യായം ഇതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ. ഒന്ന് ഈ ഹെബ്രായ ലേഖനം 8, 9, 10 കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് പഴയ ഉടമ്പടിയെ കുറിച്ചും 2 പുതിയ ഉടമ്പടിയെ കുറിച്ചാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ പഴയ ഉടമ്പടിയെ കുറിച്ച് പറയുമ്പോൾ കോലാടുകളെ കളക്കിടങ്ങളെ അർപ്പിക്കുന്ന ലേവി പൗരോഹിത്യം ഇനിയില്ല, അത് നിന്നുപോയി. ഇനി ആ ബലിയില്ല. ഏത് ബലി? ലേവി പൗരോഹിത്യത്തിലുള്ള ബലിയില്ല. ഇതെല്ലാം ക്രിസ്തു പൂർത്തീകരിച്ചു. ഇനി ക്രിസ്തുവിന്റെ പൗരോഹിത്യമാകട്ടെ, ക്രിസ്തുവിന്റെ ബലിയാണ്. ഒരു മിനിറ്റ്, ലേഹിയുടെ പൗരോഹിത്യം യേശു പൂർത്തീകരിച്ചിട്ടൊന്നുമില്ല. യേശു പൂർത്തീകരിച്ചത് വേറൊരു പൗരോഹിത്യമാണ്. അത് മൽക്കിസദക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനായിട്ട് ആ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് ക്രിസ്തു ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ലേവി പൗരോഹിത്യം പൂർത്തീകരിച്ചു എന്നാണ് എന്റെ നാവ് വന്നെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പൂർത്തീകരണമല്ല, പഴയ നിയമം കേൾക്കൂ. അതായത് ലേവി പൗരോഹിത്യം പൂർത്തീകരിച്ചു എന്നാണ് എന്റെ നാവിൽ വന്നെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെയാണ് പറഞ്ഞതെന്ന്. ഇനി അങ്ങനെയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അല്ല, ടങ് സ്ലിപ്പ് വരാലോ ബ്രദറെ, ടങ് സ്ലിപ്പ് വരാലോ. മേ ബി അതായിരിക്കും. അതായത് ലേവി പൗരോഹിത്യം മാറ്റപ്പെടുന്നില്ല, അല്ലെങ്കിൽ ലേവി പൗരോഹിത്യം അവസാനിച്ചു. ഇനി അത് തന്നെ പറയുന്നത് മെൽക്കിസേദക്കിന്റെ പൗരോഹിത്യ പ്രകാരം പുതിയൊരു പൗരോഹിതം വരുന്നു. അപ്പോൾ ഈ പൗരോഹിതനാണ് ക്രിസ്തു ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു നടത്തുന്നത്. ക്രിസ്തു തന്റെ ഉടമ്പടി പൂർത്തീകരിച്ചു, പുതിയ ഉടമ്പടി പൂർത്തീകരിച്ചു. അപ്പോൾ ആ പുതിയ ഉടമ്പടി ഇനി എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പഴയ ആ ഒരു ബലി അർപ്പണം ഇനി നടക്കുന്നില്ല. കാളക്കിടാങ്ങളെ അർപ്പിക്കുന്ന പരിപാടിയില്ല. ലേവി പൗരോഹിത്യം ഇങ്ങനെ വീണ്ടും ഇങ്ങോട്ട് പുതിയതിലേക്ക് വരുന്നില്ല. ഇതെല്ലാം അവിടെ ക്ലോസ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പുതിയതായിട്ട് വരുമ്പം യേശു ക്രിസ്തു ചെയ്ത കാര്യം നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ചെയ്യാൻ പറഞ്ഞു. ഇതാണ് ഇന്ന് ചെയ്യുന്നത്. ഇതല്ലാതെ പഴയ നിയമത്തിന്റെ യാതൊരുവിധ ബലിയും ഇവിടെ നടത്തുന്നില്ല. അപ്പൊ ഹെബ്രായ ലേഖനം 8, 9, 10 3 അധ്യായങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബലി പഴയതും പുതിയതുമായിട്ടുള്ള വ്യത്യാസങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രധാനമായി അവിടെ വെക്കുന്നത്. അപ്പൊ അവിടെ പൗരോഹിത്യം ഇനി എന്ത് ചെയ്യപ്പെടുന്നില്ല, കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി ഒരുവനും കൂടി യേശു ക്രിസ്തുവിനെ പോലെ കാൽവരിയിൽ ക്രൂശിതനാകാൻ പോകുന്നില്ല. ഇനി വേറൊരു വ്യക്തി വന്നിട്ട് അത് വേറെ ഒരു മിനിറ്റ്, താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത്. പുരോഹിത പദവി കൈമാറ്റപ്പെടുന്നില്ല എന്നാണ് വളരെ കൃത്യമായിട്ട് എഴുതുന്നത്. പുരോഹിതൻ, വേറൊരു പുരോഹിതന്റെ ആവശ്യമില്ല. എന്തെന്നാൽ ഞാൻ എന്നേക്കും ജീവിക്കുന്ന ദൈവമാകുന്നു. വളരെ കൃത്യമായിട്ട് സാറ് അത് വായിച്ചു നോക്കിക്കോളൂ താങ്കൾ പറയാറെ. വളരെ കൃത്യമായിട്ട് പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ല, എന്തെന്നാൽ ഞാൻ എന്നേക്കും ജീവിക്കുന്ന ദൈവമാകുന്നു. ബൈബിൾ വായിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ആ വചനം നിങ്ങൾ എടുത്തിട്ട് എന്റെ അടുത്ത് സംസാരിക്കും. പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ല, എന്തെന്നാൽ എനിക്ക് മരണമില്ല. അതുകൊണ്ടാണ് പണ്ടത്തെ പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നത്. യേശു എന്നെന്നും ജീവിക്കുന്ന പുരോഹിതൻ കൈമാറ്റപ്പെടുന്നില്ല എന്ന് തന്നെ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനും ഇവിടെ വളർത്തു കൊടുത്തിട്ട് പറയേണ്ട കാര്യമില്ല. ഞാൻ എന്താണ് വളച്ചൊടിച്ചത് അതൊന്ന് പറഞ്ഞോളൂ. പുരോഹിതനാണ്, മറ്റേ പൗരോഹിത്യം അങ്ങനില്ലല്ലോ. പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ല എന്നാണ് വചനം. അതിന്റെ കാരണം കൊടുത്തിട്ടുണ്ട്, യേശു എന്നെന്നും ജീവിക്കുന്നവൻ. പിന്നെ എങ്ങനെ വേറൊരു പുരോഹിതൻ നമ്മുടെ ഇതിലേക്ക് ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആദ്യത്തെ പുരോഹിതൻ ഏത്? ഇതിന് 2 ഉത്തരം പറയണം.
ഓക്കെ. അതായത് ആദ്യത്തെ പുരോഹിതൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. കാരണം എല്ലാവരും രാജകീയ പുരോഹിതഗണമാണ്. ഇനി ആദ്യം ഇതല്ല, യേശു തെരഞ്ഞെടുത്തിട്ടുണ്ടാവല്ലോ ഒരു പുരോഹിതനെ. ബ്രദറെ അത് വെറുതെ ഒന്നല്ല, ഒരു മിനിറ്റ് ചോദ്യം പറയാം. ഇത് യേശു 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഒരു പുരോഹിതൻ ഉണ്ടെങ്കിൽ യേശു ഒരു പുരോഹിതനെയും തെരഞ്ഞെടുക്കണ്ടേ? എന്റെ പൊന്നു ബ്രദറെ, എല്ലാവരും പുരോഹിത ഗണമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ആദ്യം തെരഞ്ഞെടുത്ത ആരാണെന്നുള്ളത് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? കേൾക്കൂ ഒരു സെക്കൻഡ് കേൾക്കൂ. ഇമോഷൻ വിടൂ. നമ്മൾ ഈ ഇമോഷനിൽ വെച്ചിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാനൊന്നും ബ്രദറിനെ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുന്നു. ബ്രദറിനെ സ്വീകരിക്കുകയോ അത് തള്ളിക്കളയോ ചെയ്യാം. അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം ബ്രദറിന് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. അപ്പൊ ഇതിനകത്ത് ബ്രദർ ഇപ്പോൾ തൊട്ടു മുമ്പ് പറഞ്ഞൊരു കാര്യം, എല്ലാവരും രാജകീയ പുരോഹിതമാണെന്ന് ഞാൻ തുടക്കം പറഞ്ഞപ്പോൾ ബ്രദറിന് അതിന് ഒബ്ജക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ താഴോട്ട് പറഞ്ഞു തുടങ്ങിയത്. എനിക്കറിയാം. ഒരു സെക്കൻഡ് വെയിറ്റ് പ്ലീസ്. അപ്പം ഞാൻ തുടക്കമേ എനിക്കറിയാം ഈ സംസാരിക്കുന്ന വ്യക്തികൾ 99% ആളുകളും ഇതെല്ലാം കഴിയുമ്പോൾ അവസാനം ആദ്യത്തെ മറുപടി വീണ്ടും ക്ലോസ് ചെയ്യും. അതെങ്ങനെ ശരിയാവണം എന്ന് ചോദിക്കും. ഇത് ചോദിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇതിൽ ഒബ്ജക്ഷൻ ഇല്ലല്ലോ, ഇത് നിങ്ങൾ അംഗീകരിച്ചില്ലേ എന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ താഴോട്ട് വന്നത്. അപ്പൊ ഞാൻ താഴോട്ട് ഒരു സെക്കൻഡ് പ്ലീസ്. ഞാൻ താഴോട്ട് പോരുമ്പോൾ എനിക്കറിയാം നിങ്ങൾ ഇത് വീണ്ടും ഒപ്പോസ് ചെയ്യുമെന്ന്. അപ്പൊ എല്ലാവരും രാജകീയ പുരോഹിത ഗണമാണെന്ന് ദൈവം പറഞ്ഞിരിക്കെ പിന്നെ അതിനകത്ത് ആരെയാണ് ആദ്യം തെരഞ്ഞെടുത്തത് എന്നൊരു ചോദ്യം ഇല്ല അതിന്റെ അകത്ത്. ഓക്കെ, നമ്മള് താങ്കൾ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. ഇപ്പോ ആകാശത്ത് നിന്ന് ഒരു മഴ വന്ന് ഒരു കൂട്ടം ജനങ്ങളെ നനയിപ്പിച്ചു എന്ന് പറയുമ്പോ അതിനകത്ത് ആരാണ് ആദ്യം നനഞ്ഞത് എന്നൊരു ചോദ്യമില്ല. വേണ്ട, ഈ പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ല എന്ന് പറഞ്ഞതിനെ പറ്റി ഇതുവരെ എനിക്ക് ഒന്നാമത്തെ ഈ 3 അധ്യായം വായിച്ചു നോക്കണം. അതിനകത്ത് ഏത് വാക്യാന്നുള്ളത് ആ വാക്യം ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതിൽ വളരെ കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത്, പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ല. ഞാൻ ഈ പൗരോഹിത്യം എന്താന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 1.5 മണിക്കൂർ വേണം പൗരോഹിത്യം എന്താന്നുള്ളത് പറഞ്ഞു തീർക്കണമെങ്കിൽ. അല്ല, പറഞ്ഞുതരാം. താങ്കൾ ഒരു പൗരോഹിത്യത്തെ പറ്റിയിട്ട് ഒരു ഇതിട്ടിട്ട് എനിക്ക് അതിന്റെ ഒരു ഇതായിട്ടൊരു നാട്ടുകാരും കേൾക്കാലോ. അല്ല, ഒത്തിരി കാര്യങ്ങളുണ്ട് പൗരോഹിത്യം എന്താന്നുള്ളത്. കാരണം പഴയ നിയമ പൗരോഹിത്യം എന്താണ്, പുതിയ നിയമ പൗരോഹിത്യം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ വ്യത്യസ്തപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽ. പഴയ നിയമത്തെ പറ്റിയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളിപ്പോ എന്തിനും ഒരു അടിത്തറയുണ്ട്, നിഴലുകളുണ്ട്. അപ്പൊ നിഴലുകളിലൂടെ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകണം. ഞാനിപ്പോ ബ്രദർ ചോദിച്ച കാര്യത്തിൽ ആ വാക്യം ഏതെന്ന് പറഞ്ഞാൽ ഞാൻ ആ വാക്യം എടുത്തിട്ട് പറയാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ക്രിസ്തുവിന്റെ പൗരോഹിത്യമാകട്ടെ തുടരെ കൈമാറ്റം ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഇനി യേശുവിനെ പോലെ ഒരാൾ വീണ്ടും വന്ന് കാൽവരിയിൽ ക്രൂശിതനാകുന്ന അങ്ങനെ ഒരു ബലിയർപ്പണമോ ഒരു പൗരോഹിത്യമോ ഇല്ല. എന്റെ ഡെസ്റ്റിൻ ബ്രദറെ, യേശുവിനല്ലാതെ ഒരു ബലിയർപ്പണം അല്ല ഒരു കുരിശുമരണം വേറൊരാളെ കൊണ്ടും പറ്റില്ല. എന്റെ ബ്രദറെ, അത് തന്നെയാണ് ആ ആശയം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. അങ്ങനത്തെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ യേശു ആണെന്ന് പറഞ്ഞ് എത്രയോ പേര് അത് കഴിഞ്ഞ് വന്നു? ഇപ്പോഴും വന്നിട്ടുള്ളോ? മുരിയാടുണ്ടല്ലോ യേശു വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ ആളുകൾ വരുമെന്നും താൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് അനേകർ നിങ്ങളെ വഴിതെറ്റിക്കുമെന്ന് എല്ലാം പറഞ്ഞത് യേശു തന്നെയാണ്. അപ്പൊ വീണ്ടും ഇതേ പ്രക്രിയ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ രീതിയിൽ കബളിപ്പിക്കപ്പെടും എന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഹെബ്രായ ലേഖനം വളരെ ക്ലിയർ ആയിട്ട് പറയുക, പഴയ നിയമവും പുതിയ നിയമവും പൂർത്തീകരണമായ പുതിയ ഉടമ്പടിയെ കുറിച്ച് എല്ലാം പറഞ്ഞു വെച്ചതിന് ശേഷം പറയാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം. അതായത് ആ പൗരോഹിത്യത്തിന് ഒരു ചുമതലയുണ്ട്. എന്താണ് ആ പൗരോഹിത്യം ചെയ്തത്? യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം ചെയ്തത് എനിക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, സകല ജനത്തിനും വേണ്ടി തന്റേതായ രക്തം തന്നെ സമർപ്പിച്ച് ബലിയർപ്പണം നടത്തി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥനായി എന്നേക്കും നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇനി ഒരു പൗരോഹിത്യം മാറ്റപ്പെടുന്നില്ല. എന്നാൽ ഇന്ന് ഭൂമിയിൽ നടക്കുന്ന ഒറ്റ മിനിറ്റ് തരൂ പ്ലീസ്. അപ്പോ ഇന്ന് നടക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ തുടക്കമേ പറഞ്ഞു. നമ്മളെല്ലാവരും കൂടിയാണ് ഇത് നടത്തുന്നത്. അതല്ലാതെ കാണാൻ പോകുന്നവരല്ല, കാഴ്ചക്കാരല്ല ആരും. എല്ലാവരും ഒരുപോലെ രാജകീയ പുരോഹിതനും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായവുമായി ബന്ധപ്പെട്ടിട്ടും പൗലോസ് അപ്പോസ്തലൻ അത് കൃത്യമായിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്. കൊരിന്ത്യർ 11 പറഞ്ഞിരിക്കുന്നുണ്ട്. ദൈവം തന്നിരിക്കുന്ന കാര്യം, ആ പുതിയ ഉടമ്പടി സ്ഥാപനം എല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളാണ് നിലനിന്ന് പോകുന്നത്. ഇനി വിശുദ്ധ കുർബാനയെ കുറിച്ച് വേറെ കുറെ ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ബ്രദർ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയർ ആവും. കേൾക്കാറുണ്ട്, ഞാൻ താങ്കളുടെ ക്ലാസ് കേൾക്കാറുണ്ട്. ഈ ഒരു ഡിസേബിലിറ്റി ടൈമിലും കർത്താവിന്റെ കൂടെ നിൽക്കാനായിട്ട് ബ്രദറിന് പറ്റുന്നുണ്ടല്ലോ, അത് വലിയൊരു അനുഗ്രഹമാണ്. കൂടുതൽ ബ്രദർ അറിയണം, ബ്രദർ കൂടുതൽ പഠിക്കുകയും ചെയ്യണം. ഒത്തിരി ആശയങ്ങളിലേക്ക് ദൈവം നടത്തട്ടെ. എന്നുള്ളതിന്റെ ഒരു ഇത് ചെയ്തിട്ട് എനിക്ക് അതിന്റെ ഒരു ലിങ്ക് അയച്ചു തന്നെ എനിക്ക് കേൾക്കാമല്ലോ. ശരി, കൂടുതൽ നമുക്ക് ചെയ്യാം. ഞാൻ ആ വാക്യം ഒന്നും കൂടി നോക്കട്ടെ. ഞാൻ ഇപ്പൊ ഇത്തിരി തിരക്കിലേക്ക് നിന്നുകൊണ്ട് എനിക്ക് നോക്കിയാലും കിട്ടില്ല, അതാ പ്രശ്നം.
സാരല്ല 10-ലോ 9-ലോ ആണ്. ഞാനത് വായിച്ചിട്ട് ഞാൻ എടുത്തിട്ട് തരാം. അതുകൊണ്ടാണ് നമുക്കത് ഈ ഇതിനൊക്കെ പറ്റി കണ്ടമാനം ഡൗട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ബ്രദർ, അല്ല സംശയങ്ങൾ വേണം, സംശയങ്ങളുള്ളവനാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളുടെ ഒരു ഇതില് വ്യത്യാസം വന്നിരിക്കുന്നത്, താങ്കൾ അതിന്റെ പൗലോസിന്റെ നമ്മുടെ 11-ാം അധ്യായത്തില് പറഞ്ഞപ്പോ അതിലൊരു ഇമ്പോർട്ടന്റ് ലൈൻ വിട്ടിട്ട് അതിന്റെ അവസാനം നമുക്ക് പിന്നീട് ഒരിക്കലും ഡീറ്റെയിൽ ആയിട്ട് പോകാം. പൗലോസിന്റെ ലേഖനം എല്ലാം എടുക്കാം. ഓക്കെ, ശരി. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എന്റെ പൗരോഹിത്യം ശുശ്രൂഷ പൗരോഹിത്യമാണ്. ഞാനൊരു മെത്രാനാണ്. ഒരു മെത്രാൻ എന്ന് പറഞ്ഞാൽ, ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ വലിയൊരു പ്രതിസന്ധി, അറിയാതെ സഭയ്ക്കുള്ളില് ക്ലറിക്കലിസവും പ്രസ്ബിറ്ററോക്രസിയും വളർന്നു വന്നിട്ടുണ്ട്. അച്ഛന്മാരെന്ന് പറഞ്ഞാൽ എന്തോ വേറൊരു ദൈവമാണെന്നുള്ള രീതിയിൽ, മെത്രാൻ എന്ന് പറഞ്ഞാൽ വേറൊരു ദൈവം. അങ്ങനെ ഇല്ല. മാമോദീസയാണ് ഏറ്റവും പ്രാധാന്യമുള്ള കുദാശ. മാമോദീസായിലൂടെ എല്ലാവരും പൊതു പൗരോഹിത്യം സ്വീകരിച്ചവരാ. ഒരുമിച്ചാണ് ബലി അർപ്പിക്കുന്നത്. ആ ബലിക്ക് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് ഈ മെത്രാനോ അച്ഛനോ ഒക്കെ. അതിൽ കൂടെ റോളില്ല. ശുശ്രൂഷ പൗരോഹിത്യം തന്നെയാണ് അതിന്റെ പേര്. പൊതു പൗരോഹിത്യം എന്ന് പറയുന്നത് എല്ലാ മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കുള്ള പൗരോഹിത്യമാണ്. അതാണ് പ്രാധാന്യം. അത് എനിക്കുണ്ട്, മറ്റുള്ളവർക്കും ഉണ്ട്. പക്ഷെ ഇന്ന് അറിയാതെ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ അമിതമായിട്ട് കൊടുക്കേണ്ടതിൽ ഉപരി ബഹുമാനം കൊടുത്തോട്ടെ, നല്ലതാണ്. പക്ഷെ കൊടുക്കേണ്ടതിൽ ഉപരി ബഹുമാനം കൊടുത്തുകൊണ്ട് ഇന്ന് അറിയാതെ ഈ അച്ഛന്മാരും മെത്രാന്മാരും ഇവർക്കിങ്ങനെ ഒരു ക്ലറിക്കലിസം, ഒരു രാജകീയ രീതിയിലേക്ക് ആൾക്കാർ കൊണ്ടുവന്ന, ഞാൻ പറയുന്നത് ആളുകൾ ചെയ്ത് തെറ്റാന്ന് പറയുന്നത്. ഞാൻ പണ്ടൊന്നും അതിനെ വിമർശിച്ചില്ല. പക്ഷേ ഇന്നിപ്പോ കുറച്ചുകൂടി ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി. അവരുടെ ദൗത്യം അവർ മനസ്സിലാക്കുന്നില്ല. ഓരോ അൽമായനും അവൻ കർത്താവിന്റെ പുരോഹിതനാണ്, പൊതു പൗരോഹിത്യം സ്വീകരിച്ച വ്യക്തിയാണ് മാമോദിസായിലൂടെ. അവനും കൂടി ചേർന്നാണ് ബലി അർപ്പിക്കുന്നത്. ഈശോ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന കമാൻഡ്മെന്റ് ആണ്, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ആ സഭ ഒരുമിച്ച് ബലി അർപ്പിക്കുമ്പോൾ, യേശുവിനോട് ചേർന്ന് ബലി അർപ്പിക്കുമ്പോൾ അതില് ആ പുരോഹിത ഗണത്തിന് ശുശ്രൂഷ ചെയ്യാനുള്ള ദൗത്യമാണ് മെത്രാന്. ഈ ചുമന്ന അരക്കെട്ടൊക്കെ കെട്ടി അല്ലെങ്കിൽ തൊപ്പി വെച്ച് വടിക്ക് പിടിച്ച എന്തോ ഒരു രാജാവ് പോലെ ആയിട്ട്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, ഒരു ടെമ്പറൽ തലത്തിലുള്ള ഒരു ചിന്ത ഇന്ന് ആളുകളുടെ ഇടയിൽ വന്നിട്ടുണ്ട്, അറിയാതെ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് എന്തെങ്കിലും ഒരു പോരായ്മ ഞങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് അൽമായർക്ക് ഭയങ്കര ഉതപ്പാണ്. കാരണം നിങ്ങൾ വേറെ എന്തോ രീതിയിലേക്ക് ഞങ്ങളെ പറ്റി ചിന്തിച്ചിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ പോലൊരു സാധാരണ വ്യക്തിയാണ്, എല്ലാ ബലഹീനതകളുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി സഭയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാ ദൈവവിളി നല്ലതാണ്, എന്റെ കുടുംബജീവിതം മോശമാണ്, അത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പൊതു പൗരോഹിത്യം എന്നുള്ള ചിന്ത ശരിക്കും ആഴത്തിൽ പതിഞ്ഞാൽ തന്നെ ഇന്നത്തെ പകുതി പ്രശ്നങ്ങൾ തീരും. ഇനിയെങ്കിലും ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ ഒരുമിച്ചാണ് ബലി അർപ്പിക്കുന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ തന്നെ അച്ഛന്മാരുടെയും മെത്രാന്മാരുടെ റോള് ഒന്ന് കുറച്ച് അത്രയും ഒരു രാജകീയ പദവി കൊടുക്കാതിരുന്നാൽ തന്നെ പകുതി പ്രശ്നം തീരുന്ന എനിക്ക് തോന്നുന്നു. നമ്മൾ സാധാരണ ഒരു ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തി, ആ ഒരു കാഴ്ചപ്പാട് ശരിക്കും എല്ലാവർക്കും എനിക്കും ഉണ്ടാവണത് ഉണ്ടായാൽ തന്നെ പകുതി പ്രശ്നം തീരും. ഈഗോ ക്ലാഷാണ്. ആ ഈഗോ ക്ലാഷിനെ അവസാനിപ്പിച്ചുകൊണ്ട് ഈശോയിലേക്ക് വരാൻ തയ്യാറായാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി. ഞാനൊന്നും ഈ വലിയെന്നുള്ള ചിന്ത വേണ്ട, ഈശോയാണ് വലുത്. അവൻ വളരണം, ഞാൻ കുറയണം. ഈ ഒരു വാചകം നേരം വെളുത്ത അന്ത്യാവോളം ഉരുവിട്ട എല്ലാ പ്രശ്നവും തീരുന്ന എനിക്ക് തോന്നുന്നു. ഈശോ മാറി, ഈഗോ കയറി, ഇതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ഈ വലിയ ഉതപ്പ് ഇല്ലാതാക്കാനായിട്ടും പരിശ്രമിക്കണം, കൂട്ടായ്മ വളർത്തിയെടുക്കണം. അതാണ് തോമാസ് ലീഹ നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസ പൈതൃകം. അത് ഉറച്ച് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.